നമസ്കാരം. ദുൽഖർ സൽമാനെക്കുറിച്ചാണ് ചില കാര്യങ്ങൾ പറയുവാൻ ഉദ്ദേശിക്കുന്നത്. RDX എന്ന ആക്ഷൻ ഹിറ്റ് സിനിമയുടെ സംവിധായകൻ നിഗാസ് ഹിദായത്തിൻ്റെ ഐ ആം ഗെയിം എന്ന ചിത്രത്തിലെ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് രംഗത്ത് വീണ്ടും വരികയാണ് ദുൽഖർ സൽമാൻ. ദുൽഖർ സൽമാന് ചില പ്രത്യേകതകളുണ്ട്. മലയാളത്തിൽ അഭിനയിക്കും, അതിനോടൊപ്പം തന്നെ തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലുമൊക്കെ അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് തികച്ചും മറ്റ് നടന്മാരിൽ നിന്നും വ്യത്യസ്തമാണ്. ഇതിന് കാരണവുമുണ്ട്. തമിഴകത്ത് തന്നെ വളരുകയും പഠിക്കുകയും ജീവിക്കുകയും ഒക്കെ ചെയ്ത ഒരു പശ്ചാത്തലം കൂടി ഇതിനുണ്ട്. എന്നാൽ മലയാളമാണ് തൻ്റെ തട്ടകമെന്നും ഇവിടെ ഉറച്ചു നിന്ന് സിനിമകളിൽ അഭിനയിക്കണമെന്നുള്ള ബോധ്യവും ഈ യുവതാരത്തിനുണ്ട്. എങ്കിലും ഇടക്കാലത്ത് ചില ശൂന്യതകൾ ഇവർ സൃഷ്ടിക്കുന്നു. ആദ്യ ചിത്രമായ സെക്കൻഡ് ഷോയിൽ ദുൽഖർ സൽമാനെ കണ്ടപ്പോൾ ഒരു പ്രതിഭയുടെ മിന്നലാട്ടം ഉണ്ടെന്ന് അന്ന് വെള്ളി നക്ഷത്രത്തിലൊക്കെ നമ്മൾ എഴുതുന്ന ഒരു സമയത്ത് ഞാൻ കുറിച്ചത് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരു പ്രതിഭയുടെ മിന്നലാട്ടം ചില സീക്വൻസുകളിലും നടത്തയിലും നോട്ടത്തിലുമൊക്കെ മമ്മൂട്ടിയെ ഓർമ്മിപ്പിക്കുന്നുവെങ്കിലും ചില നേരങ്ങളിൽ പ്രതിഭയുടെ മിന്നലാട്ടം ആ മുഖത്ത് തെളിഞ്ഞു കണ്ടു. അതുപോലെ തന്നെ അന്ന് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ സെക്കൻഡ് ഷോയിലെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഗുണ്ടയെ പോലുള്ള ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അതിനുവേണ്ട എല്ലാ പടുതികളും ചേരുവകളുമൊക്കെ മമ്മൂട്ടിയെപ്പോലെ ഒരു മഹാനടൻ അദ്ദേഹത്തിൻ്റെ മകനു വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ടാവും. അത് ആ വേഷഭൂഷാദികൾ, വസ്ത്രങ്ങൾ, കണ്ണടകൾ, ആ സിനിമയിൽ ആ കഥാപാത്രം ഉപയോഗിക്കുന്ന ഓരോ കോസ്റ്റ്യൂംസുമൊക്കെ അത് വളരെ സൂക്ഷ്മമായി എന്നാൽ അലസമായി ഉപയോഗിക്കപ്പെട്ടിരുന്നു എന്ന് അന്ന് ഞാനും നിരീക്ഷിച്ചിരുന്നു. പിന്നീട് പല പല സിനിമകളിലൂടെ ആ നടൻ കയറി വന്നു. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ഒരു താരമായി മാറി. പണ്ട് മമ്മൂട്ടിയെ എപ്പോഴും വിളിക്കുന്ന ചാലു എന്ന് വിളിക്കുന്നത് കേൾക്കാം. അത് അദ്ദേഹത്തിൻ്റെ ഒരു ദുൽഖറിൻ്റെ വിളിപ്പേരാണ്. മമ്മൂട്ടി മകനെ ഓമനത്വത്തോടു കൂടി വിളിക്കുന്ന പേരാണ് ചാലു എന്ന്. അതൊരു വിളിപ്പേരാണ്. അല്ലാതെ കുഞ്ഞിക്ക അങ്ങനെ നിരവധി പേര്, ഡിക്യു, അങ്ങനെയൊക്കെ പേരെടുത്ത് മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ ഒരു യുവതാരമായി മാറി. ഏതാണ്ട് 50ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ചു കഴിഞ്ഞു. പക്ഷേ അദ്ദേഹം ഒരു പാൻ ഇന്ത്യൻ നടനായി നിലനിൽക്കുന്നതിൻ്റെ ഒരു അടിസ്ഥാനം തമിഴകത്ത് വേരുറപ്പിച്ച് നിന്ന് വളർന്ന് വന്നതിൻ്റെ ഒരു പശ്ചാത്തലം, ഇതൊക്കെ അതിൻ്റെ ഘടകങ്ങളാണ്. തമിഴിലെ മണിരത്നത്തിൻ്റെ സിനിമയിൽ തന്നെ അദ്ദേഹം തുടക്കം കുറിച്ചു. ഇതൊക്കെ ഒരു പിതാവിൻ്റെ നിർദ്ദേശവും അല്ലെങ്കിൽ പിതാവിൻ്റെ മാതൃകയും ഒക്കെ അദ്ദേഹം അവലംബിച്ചിട്ടുണ്ടാവും. അതൊക്കെ അതേപോലെ കൺവെൻഷനലായിട്ട് സ്വീകരിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു അനുസരണയുള്ള കുട്ടിയാണ് ദുൽഖർ സൽമാൻ എന്ന് നമുക്ക് കാണുമ്പോൾ തോന്നിപ്പോകും. ഇത് പറയാൻ കാരണം ഈ മലയാളത്തിൽ ഇങ്ങനെ ഈ പിതാക്കന്മാരുടെ അല്ലെങ്കിൽ മുൻ തലമുറയിലുള്ളവരുടെ പശ്ചാത്തലവും പിന്തുണയും ഇല്ലാതെ പൊരുതി കയറി വന്ന യുവതാരങ്ങൾ നിലയുറപ്പിച്ചിട്ടുള്ള ഒരു തട്ടകമാണ് മലയാള സിനിമ. ടൊവിനോ, ഉണ്ണി മുകുന്ദൻ, നിവിൻ പോളി, ഇങ്ങനെയുള്ളവർ സ്വപ്രയത്നത്താലും കഠിനാധ്വാനത്താലും കയറി വരികയും അവരുടേതായ സ്ഥാനം പിടിച്ചടക്കുകയും നിലനിർത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു തട്ടകമാണ് മലയാള സിനിമ. അവിടെയാണ് മമ്മൂട്ടിയുടെ മകനും സുകുമാരൻ്റെ മകനും ഒക്കെ വന്ന് നിലയുറപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഒരുപാട് പ്രൊട്ടക്ഷനും അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് സ്വീകരിക്കേണ്ട മാതൃകകളും ഒക്കെയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അത് അനുകൂലമായി അല്ലെങ്കിൽ അത് വളരെ കൺവെൻഷനലായി ഉപയോഗിക്കുകയും അതിനനുസരിച്ച് തന്നെ കരിയർ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിട്ടുള്ള ഒരു നടനാണ് ദുൽഖർ സൽമാൻ എന്ന് നമുക്ക് ബോധ്യമാകും. അദ്ദേഹത്തിൻ്റെ അഭിനയ പാഠവും ഓരോ സിനിമയിൽ നിന്നും മാറ്റുരച്ചു നോക്കുമ്പോൾ അത് മികച്ച് മമ്മൂട്ടിയേക്കാൾ, അതായത് അദ്ദേഹം ഒരു മികച്ച നടനാണ്, മമ്മൂട്ടിയേക്കാൾ മികച്ച നടനാണെന്ന് തോന്നിപ്പോകുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസിൻ്റെ വളർച്ച. ഇപ്പോൾ ലക്കി ഭാസ്കർ എന്ന ഒരു സിനിമ, അത് ആ സിനിമയിൽ അദ്ദേഹം നായകനായി അഭിനയിക്കുകയാണ്. തെലുങ്കിൽ പോയിട്ട് അവിടെ നായകനായി അഭിനയിക്കുകയാണ്. അല്ലാതെ അവിടെ പോയി അവിടുത്തെ നായകൻ്റെ ഒരു സബ്സിഡറി ഒരു സബ്ബായിട്ടല്ല, അത് നായകനായിട്ട് അഭിനയിക്കുകയാണ്. അപ്പോൾ അതൊരു നമ്മുടെ ഒരു കേരളത്തിൽ നിന്ന് പോകുന്ന ഒരു താരങ്ങളുടെ ഒരു പാരമ്പര്യം, ഒരു കൺവെൻഷണൽ രീതി, ഒരു ഹീറോയിസം, അത് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് മറ്റു ഭാഷകളിൽ അഭിനയിച്ച് പേരെടുത്തു വരുന്നത്. അപ്പോൾ അത് വളരെ കൃത്യമായ ഒരു നീക്കമാണ്. നേരെ മറിച്ച് നമ്മളവിടെ പോയി അവിടുത്തെ ഒരു നടൻ്റെ സബ്ബായിട്ടോ അല്ലെങ്കിൽ ഒരു ഇതായിട്ടോ അഭിനയിക്കുന്നതിനകത്ത് കഥയില്ല, ഇല്ലെന്നല്ല, അത് അത്രത്തോളമേ ഉള്ളൂ. ഇത് മലയാളത്തിൽ നിന്ന് അടിയുറച്ച് വളർന്ന് തമിഴകത്തും തെലുങ്കിലും ഹിന്ദിയിലുമൊക്കെ വേരുറപ്പിച്ച് കഴിയുമ്പോഴാണ് പാൻ ഇന്ത്യൻ ഒരു നിലയിലേക്ക് വരുന്നത്. ആ ഒരു യാത്രയിൽ ദുൽഖർ സൽമാൻ്റെ പ്രകടനവും ആ കരിയറിൻ്റെ മുന്നോട്ടുള്ള യാത്രയും ഒക്കെ വളരെ കൃത്യമാണ്. അതിൻ്റെ ഇപ്പോൾ മലയാളത്തിൽ വരാൻ പോകുന്ന ചിത്രം ആൻ്റണി പെപ്പയും ദുൽഖറും അഭിനയിക്കുന്ന
ഐ ആം ഗെയിം എന്ന ഒരു സിനിമയാണ്. അതൊരു ആക്ഷൻ ഓറിയൻറ്റഡ് ആണ്. RDX എന്ന സിനിമ കണ്ടവർക്കറിയാം, ആന്റണി പെപ്പെ ഒരു ആക്ഷൻ നായകനാണ്. ഒരു ഇടിച്ചാൽ ഇടിച്ചതുപോലെ ഉള്ള ഫീൽ ചെയ്യുന്ന കരുത്തുറ്റ ഒരു നടനാണ്. അപ്പോൾ ആ നടനോടൊപ്പം വന്നിട്ട് അതിൽ നായകനായി വരികയാണ്. അപ്പോൾ അതൊരു ട്രെൻഡിനനുസരിച്ച് മലയാളത്തിലെ ഈടുറ്റ ചില കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതിലും തിരഞ്ഞെടുക്കുന്നതിലും ദുൽഖർ സൽമാൻ കാണിക്കുന്ന വൈഭവം വളരെ പ്രശംസനീയം തന്നെയാണ്.